നമസ്കാരം. പ്രധാന വാർത്തകൾ. എം.ഡി. വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. സാഹിത്യകാരൻ എം.ഡി. വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തൽസ്ഥിതി തുടരുന്നതിനായി ഇന്നിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു. കാർഡിയോളജി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. ഇക്കഴിഞ്ഞ 15-ന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് എം.ഡിയെ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ജാതി സെൻസസ്. രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ച് കോടതി. ജാതി സെൻസസ് പരാമർശങ്ങളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എംപിക്ക് സമൻസ് അയച്ച് ബറേലി ജില്ലാ കോടതി. രാഹുൽ ഗാന്ധി ജനുവരി 7-ന് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ പ്രസ്താവനകൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന സ്വകാര്യ ഹർജിയിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെ പരാമർശം ഉന്നയിച്ചാണ് ഹർജി. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ കേസ്. മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി അറസ്റ്റിൽ. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഉൾപ്പെടെ തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി നിതിൻ ജോർജ്, ലോറി ഉടമ ചെല്ലൈദുരൈ എന്നിവരാണ് സുത്തമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ മാലിന്യം എത്തിച്ച ലോറി കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സ്വകാര്യ മാലിന്യ കമ്പനിയിലെ സൂപ്പർവൈസറാണ് നിതിൻ ജോർജ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സേലം സ്വദേശിയുടെ ലോറി പിടികൂടിയത്. കേസിൽ നേരത്തെ തിരുനെൽവേലി സുത്തമല്ലി സ്വദേശികളായ മായാണ്ടി, മനോഹർ എന്നിവർ അറസ്റ്റിലായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെയും ഉള്ളൂർ ക്രെഡൻസ് ആശുപത്രിയിലെയും മാലിന്യമാണ് തിരുനെൽവേലിയിൽ തള്ളിയത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു. ഒരു സ്ത്രീ മരിച്ചു. കോട്ടയത്ത് MC റോഡിൽ പള്ളം മാവിളങ്ങയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി അനീഷയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ വഴിയിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡിലേക്ക് മറിഞ്ഞായിരുന്നു അനീഷ മരിച്ചത്. തിരുവനന്തപുരത്തേക്ക് വന്നിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓൾട്ടോ കാറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡിൽ 2 തവണ തലകീഴായി മറിഞ്ഞുവെന്ന് നാട്ടുകാർ പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാരും സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വാഹനത്തിലുണ്ടായിരുന്ന പീർ മുഹമ്മദ് എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ കോട്ടയത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ടയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. പത്തനംതിട്ട ആവണിപ്പാറയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നതിനിടെയാണ് പ്രസവം നടന്നത്. കോന്നിയിൽ നിന്ന് 108 ആംബുലൻസ് പ്രദേശത്തേക്ക് പുറപ്പെട്ടു. കല്ലേലി അച്ചൻകോവിൽ റോഡ് യാത്ര ദുഷ്കരമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനിരിക്കുകയായിരുന്നു ഇന്ന് പ്രസവം നടന്നത്. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് ശുശ്രൂഷയ്ക്കെത്തിയ ആരോഗ്യ പ്രവർത്തക മാധ്യമങ്ങളോട് പറഞ്ഞു.